ആദ്യം നമുക്ക് ആറന്മുളയിലെ വിവരം ചോദിക്കാം. റഹീഷ്, ഇന്നിപ്പോൾ അടുത്ത 3 മണിക്കൂറിലേക്ക് വീണ്ടും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്, റെഡ് അലേർട്ടാണ്. രാവിലെ മഴയുണ്ടോ? ഇന്നലെ രാത്രിയിലൊക്കെ കനത്ത മഴയായിരുന്നു. എന്താണ് അവസ്ഥ? പൊതുവെ ചിലയിടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി എന്നറിയുന്നു, എന്നാൽ മറ്റു ചിലയിടങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. വരുന്ന അതേപോലെ വെള്ളം ഇറങ്ങുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്താ സംഭവിക്കുന്നത് ആറന്മുളയിൽ, റഹീഷ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആറന്മുളയിൽ ഒരു 2 മണിക്കൂറായി ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. രാത്രി ഒരു 12 മണിക്ക് ശേഷം ഇടവിട്ട് മഴയുണ്ടായിരുന്നു. അതിനു മുമ്പ് വലിയ തോതിലുള്ള മഴയില്ലായിരുന്നു. ഒരുപക്ഷെ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യും എന്ന മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മഴയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ആശ്വാസകരമാണ്. കാരണം പ്രധാനപ്പെട്ട റോഡുകളിൽ ഉണ്ടായിരുന്ന വെള്ളം എല്ലാ സ്ഥലത്തുമില്ല, ഭൂരിഭാഗ സ്ഥലത്തു നിന്നും റോഡുകളിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്ത്, ഇത് ആറന്മുള ടൗൺ ആണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് വലിയ വാഹനങ്ങൾ പോലും കടന്നു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറി ഇപ്പോൾ ഒരു ഇരുചക്ര വാഹനം കടന്നു വരുന്നത് നമുക്ക് കാണാം. ആ തരത്തിൽ ഇവിടുന്ന് പന്തളത്തേക്ക് പോകുന്ന, ആറന്മുളയിൽ നിന്ന് പന്തളത്തേക്ക് പോകുന്ന ഒരു വഴിയാണ്. മറ്റ് വീടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ്, വെള്ളത്തിനടിയിൽ തന്നെയാണ്. പക്ഷേ ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉള്ളതിനേക്കാൾ ഒരു 1-1.5 അടി വെള്ളം പല ഭാഗത്തും ഇറങ്ങിയിട്ടുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം. പക്ഷേ ഒരു ആശങ്കയ്ക്ക് വക നൽകിയാണ് ഒരു ശക്തമായ മഴ കഴിഞ്ഞ കുറച്ച് സമയമായി ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇരുചക്ര വാഹനത്തിൽ ഇതിലെ സാധാരണ അങ്ങനെ ആളുകൾ കുറവായിരുന്നു. രാവിലെ കുറച്ച് വാഹനം പോകുന്നത് കണ്ടു. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റിയില്ല. പുറകിലുള്ള ആളെ ഇറക്കി അദ്ദേഹം വരികയാണ്. നിന്ന് പോകാനുള്ള സാധ്യത കണ്ടിട്ടായിരിക്കണം. ആ തരത്തിൽ വെള്ളം കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഉൾപ്രദേശങ്ങളിലെ ചെറിയ റോഡുകളൊക്കെ കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു വെള്ളത്തിൽ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആറന്മുള ജംഗ്ഷനിലെ ഈ ഭാഗത്ത് നമ്മൾ ആറന്മുളയിൽ വന്നിട്ട് 4 ദിവസമായി. ഇങ്ങോട്ട് ഒരു തവണ പോലും വരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് എത്തി. ഇതൊരു കടയായിരുന്നു. ആ കടക്കകത്ത് വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ആറന്മുള ജംഗ്ഷനിലെ ഒരു കടയാണ്. ആ കടക്കകത്ത് വെള്ളം ഇപ്പോഴും നമുക്ക് പല ഭാഗത്തും കാണാം. പക്ഷേ കടക്കപ്പുറത്തുള്ള വീട്ടിൽ ഇന്നലെയൊക്കെ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രദേശത്ത് നിന്ന് വെള്ളം വീടിൻ്റെ ഭാഗത്ത് നിന്ന് മാറുകയും ചെയ്തു. ഇവിടുന്ന് ഈ സ്ഥലത്തേക്ക് മുന്നോട്ട് പോകുന്ന സ്ഥലത്തെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇടതുവശം ആ ചേട്ടൻ എന്തായാലും ഭാഗ്യം, മറ്റേ വണ്ടി നിന്നൊന്നും പോയില്ല. ആ ചേട്ടൻ എന്തായാലും രക്ഷപ്പെട്ടു. ഒരു കൂടെ ഉണ്ടായിരുന്ന രാവിലെ എവിടെയെങ്കിലുമൊക്കെ ധൃതിയിൽ പോകാൻ ഇറങ്ങിയതായിരിക്കും ആ ചേട്ടനെ വെള്ളക്കെട്ടിലേക്ക് പെട്ടുപോകുമ്പോഴേ. ഞാൻ റഹീസിലേക്ക് തിരിച്ചു വരാം. എനിക്കറിയേണ്ടത്, ഇന്നലെയൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്ന സ്ഥലമാണിത്. ഇവിടെയൊന്നും ഇന്നലെ ഇതേപോലെ വണ്ടി ഇറക്കാനോ നടക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ആറന്മുള നഗരത്തിൽ പലയിടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് റഹീഷ്? അരുൺ, അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കിടക്കുന്ന വലിയ വാഹനത്തിന് പോലും ഇതിലെ സാധാരണഗതിയിൽ മിക്ക സ്ഥലത്തും അങ്ങനെ വലിയ വാഹനം പോകുന്നുണ്ട്. ഈ വാഹനത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു 2 ദിവസം മുമ്പ് ഈ സ്ഥലം ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ ഇവിടെ എത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇന്നലെ നമ്മൾ ഈവനിങ് ഷോയിൽ ഈ പ്രദേശത്ത് വന്നിരുന്നു. പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റിയിട്ടിരുന്നില്ല. അതിനപ്പുറമൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇന്ന് അവിടെ നിന്നൊക്കെ വെള്ളം മാറിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കണ്ടല്ലോ, ഒരു ബൈക്ക് കടന്നു വരുന്ന കണ്ടു. ആ തരത്തിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുകയാണ്. ആറന്മുളയുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ച് വെള്ളം ഇറങ്ങാൻ കുറച്ച് ദിവസമെടുക്കും എന്നതാണ് പ്രശ്നം. ഈ വെള്ളം ഇവിടെ നിൽക്കുകയും ശക്തമായ മഴ പെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനം ഉള്ളത്. പക്ഷേ മഴ പെയ്യുന്നുണ്ട് എന്നത് ചെറിയ ആശങ്കയാണ്. വെള്ളം ഇറങ്ങും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. നമ്മൾ ജില്ലാ ഭരണകൂടത്തൊക്കെ ചോദിക്കുമ്പോൾ 2 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഒരാഴ്ചയെങ്കിലും എടുക്കും. പക്ഷേ ഒരാഴ്ചയിൽ ഒരു അപകടമുള്ളത്, ഇപ്പോൾ അടുത്ത 3 മണിക്കൂർ വീണ്ടും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. 7-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതിയും, അതായത് മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും നാളെയും അതിൻ്റെ പിറ്റേന്നും കുറച്ചുകൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയിലും നല്ല മഴ പെയ്യുമെന്ന് പറയുന്നു. അതാണ് അല്പം ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും തുടരുക റഹീസ്. റഷീദ്, ഞാൻ റഹീസിലേക്ക് തിരിച്ചു വരാം. അടുത്ത ഘട്ടത്തിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കാം. ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളും കൊടുക്കാം.